Good evening, all. First question. Consider the following matrix 2, 3, xy if the eigenvalue of A are 4 and 8. A എന്ന് പറഞ്ഞ മെട്രിക്സില് രണ്ട് അൺനോൺസ് ഉണ്ട്. ആരൊക്കെയാണ്? എക്സ് ആൻഡ് വൈ. സെക്കൻഡ് റോ എക്സ് ആൻഡ് വൈ അൺനോൺസ് ആണ്. അതിന്റെ ഏഗൻ വാല്യൂസ് ലാംഡ 1 4 ആണ്, ലാംഡ 2 എന്താണ്? 8 ആണ്. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? സം ഓഫ് ഏഗൻ വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കണം? ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കണം. ഇവിടെ ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 പ്ലസ് വൈ ആണ്. therefore നമുക്ക് കിട്ടും 12 ഈസ് ഈക്വൽ ടു 2 പ്ലസ് വൈ എന്ന് കിട്ടും. therefore y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 12 മൈനസ് 2 ഈക്വൽ ടു എന്തായിരിക്കും? 10 ആയിരിക്കും. y 10 തന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. therefore നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യും? സെക്കൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്യും. പ്രോഡക്റ്റ് ഓഫ് ദ ഈഗൻ വാല്യൂസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കണം. ഇവിടെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു വൈ, 2 ഇൻറ്റു വൈ മൈനസ് 3 ഇൻറ്റു എക്സ് ആണ്. therefore 4 ഇൻറ്റു 8, 4 ഇൻറ്റു 8 ഈക്വൽ ടു 32 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2y. 2y ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തത് എന്താണ്? 10 ആണ്. therefore 2 ഇൻറ്റു 10 മൈനസ് 3x എന്ന് കിട്ടും. therefore 3x ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 20 മൈനസ് 32 ഈക്വൽ ടു മൈനസ് 12 എന്ന് കിട്ടും. therefore x is equal to എന്തായിരിക്കും? മൈനസ് 12 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു മൈനസ് 4 ആയിരിക്കും. therefore ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അന്നേരം ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എന്താണ്? ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു മെട്രിക്സ് തന്നിട്ട് ഒന്നുകിൽ അതിന്റെ 4 ഓപ്ഷൻസ് ഏതാണ് പ്രോപ്പർ ഏഗൻ വാല്യൂസ് ചോദിക്കും, അല്ലെങ്കിൽ മെട്രിക്സിൽ ഏതെങ്കിലും അൺനോൺസ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അൺനോൺസ് ഫൈൻഡ് ചെയ്യാൻ ഫ്രം ദ ഏഗൻ വാല്യൂസ് ക്വസ്റ്റ്യൻ തന്നിട്ട്. സർ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? ഞാൻ ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ലാംഡ 1 പ്ലസ് ലാംഡ 2 ഈക്വൽ ടു 2 പ്ലസ് 5 അങ്ങനെ. ഓക്കെ, നമുക്കറിയാം സം ഓഫ് എന്താണ്? നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സം ഓഫ് ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്താണ്? ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ട്രേസ് ഓഫ് മെട്രിക്സ് ആണ്. ഇവിടെ ട്രേസ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആണ്. ഇവിടെ 2ഉം വൈയും ആണ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. therefore ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 2 പ്ലസ് വൈ ആയിരിക്കും. therefore സം ഓഫ് ഏഗൻ വാല്യൂ ലാംഡ 1 പ്ലസ് ലാംഡ 2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് വൈ എന്ന് എഴുതാം. ലാംഡ 1 ലാംഡ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4 ആൻഡ് 8 ആണ്. therefore 2 പ്ലസ് വൈ ഈക്വൽ ടു 12 ആയിട്ട് മാറും. y is equal to 12 minus 2 equal to 10 ആയിട്ട് മാറും. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. therefore ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്തു? തന്നിരുന്ന ലാംഡ 1 ലാംഡ 2ന്റെ പ്രോഡക്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇവിടുത്തെ ഡിറ്റർമിനന്റ് ഈക്വൽ എന്താണ്? 2 ഇൻറ്റു വൈ മൈനസ് 3 ഇൻറ്റു എക്സ് ആണ്. 2 ഇൻറ്റു വൈ മൈനസ് 3 ഇൻറ്റു എക്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഈക്വൽ ടു 4 ഇൻറ്റു 8 ആണ്. ഈക്വൽ ടു എന്ത് കിട്ടും? 32 കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം സെക്കൻഡ് അൺനോൺ ക്വാണ്ടിറ്റി എക്സ് കിട്ടും. അതെന്താണ്? മൈനസ് 4 ആണ്. ഓക്കെ സർ. ഓക്കെ. എ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ഒരു 4/4 മെട്രിക്സ് ആണ്. ആ 4/4 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 100 എന്ന് തന്നിട്ടുണ്ട്. ട്രേസ് ഓഫ് ദ മെട്രിക്സ് 14 എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് എ മൈനസ് ബി? ഇത് ആക്ച്വലി എന്താണ്? മോഡുലസ് ആണ്. ഇത് ഡിറ്റർമിനന്റ് എന്ന് കരുതല്. എന്താണ്? മോഡുലസ് ആണ്. മോഡുലസ് ഓഫ് എ മൈനസ് ബി. ആ എയും ബി എവിടെയാണ് ഇരിക്കുന്നത്? എയും ബിയും ഇവിടെ രണ്ട് കോർണേഴ്സിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ട്രേസ് ഓഫ് ദ മെട്രിക്സിന് ഈക്വൽ ടു എന്താണ്? 14 ആണ്. ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു 14 ആണ്. therefore നമുക്ക് എന്തെന്ന് എഴുതാം? a പ്ലസ് 5 പ്ലസ് 2 പ്ലസ് ബി ഈക്വൽ ടു a പ്ലസ്
5 പ്ലസ് 2 പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്താണ് 14 ആണ്. എ പ്ലസ് 5 പ്ലസ് 2 ഈക്വൽ ടു എന്തായിട്ട് മാറും 7 പ്ലസ് എ പ്ലസ് ബി ആയിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു 14 എന്ന് കിട്ടും. therefore എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും 14 മൈനസ് 7 ഈക്വൽ ടു 7 ആയിട്ട് മാറും. ഫസ്റ്റ് തന്നിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് ആക്ച്വലി ഏഗൻ വാല്യൂസുമായിട്ട് റിലേറ്റഡ് അല്ല. ഫസ്റ്റ് തന്നിരിക്കുന്ന പോയിന്റ് എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു 100 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു 100 ആണ്. therefore ഫുൾ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് A037 2513 00 24 000 B ആയിരിക്കും. ഇവിടെ എന്താണ് മാക്സിമം 0 വന്നിരിക്കുന്നത് ലാസ്റ്റ് റോയിലാണ്. therefore ഡിറ്റർമിനന്റ് നമുക്ക് ഏത് റോ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാം, ലാസ്റ്റ് റോ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാം. ലാസ്റ്റ് റോ ബേസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്തായിരിക്കും, ഇത് ആക്ച്വലി ഫോർത്ത് റോയില് ഫോർത്ത് കോളത്തിൽ എലമെന്റ് ആണ് ബി. therefore അതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും. therefore ഡിറ്റർമിനന്റ് ഈക്വൽ ടു ബി മൾട്ടിപ്ലൈഡ് വിത്ത് അത് ഉൾപ്പെടുന്ന കോളവും റോയും കഴിഞ്ഞ് ബാക്കിയുള്ള എലിമെന്റ്സ് ആയിരിക്കും. therefore ബി ഇൻറ്റു മൈനർ A03 251002 ആയിരിക്കും. ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് വീണ്ടും എഴുതാം ബി ഇൻറ്റു, ഇവിടെയും സീറോസ് വന്നിരിക്കുന്നത് ലാസ്റ്റ് റോയിലാണ്. therefore 2 ഇൻറ്റു നമുക്ക് എന്തെന്ന് എഴുതാം 2 ഇൻറ്റു അതിന്റെ മൈനർ എന്ന് എഴുതാം. അതിന്റെ മൈനർ എന്തായിരിക്കും A025 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 2b ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്തായിരിക്കും A ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 0 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 5 ടൈംസ് A ആയിട്ട് മാറും. therefore നമുക്ക് എന്ത് കിട്ടും 10 ടൈംസ് AB കിട്ടും. ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെയും 0 വന്നാൽ ഇവിടെയും 0 വന്നാൽ നമുക്ക് ഡിറ്റർമിനന്റില് 2 എൻട്രീസ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് എൻട്രി ബി ഇൻറ്റു അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡയഗണൽ എലിമെന്റ്സ് ആയിരിക്കും. അത് ഈക്വൽ ടു എന്തായിട്ട് മാറും ബി ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു എ ആയിട്ട് മാറും. നെക്സ്റ്റ് എലമെന്റ് ബി മാത്രം വന്നതുകൊണ്ട് നെക്സ്റ്റ് എലമെന്റ് വരുന്നത് എന്തായിരിക്കും 2 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ആയിരിക്കും. അവിടെ ഫുള്ള് കോളം എന്തായിട്ട് മാറി 0 ആയിട്ട് മാറി. therefore ഇവിടുത്തെ ഫൈനൽ ആൻസർ ഓഫ് ദ ഡിറ്റർമിനന്റ് എന്ത് മാത്രമായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലിമെന്റ്സ് മാത്രമായിരിക്കും. അത് നമുക്ക് എന്ത് കിട്ടി 10 ടൈംസ് AB കിട്ടി. ആ 10 ടൈംസ് AB ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണെന്ന് 100 ആണെന്ന്. therefore നമുക്ക് എഴുതാം 10 ടൈംസ് AB ഈക്വൽ ടു 100 എന്ന് എഴുതാം. AB is equal to എന്തെന്ന് എഴുതാം 10 എന്ന് എഴുതാം. ഓക്കെ, A പ്ലസ് ബിയും എ ബിയും കിട്ടിയാല് നമുക്ക് എഴുതാം A മൈനസ് ബി ഫൈൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണ്, A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ് A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ടൈംസ് AB ആണ്. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ കിട്ടും. ആ 2AB മൈനസ് 4AB എന്തായിട്ട് മാറും മൈനസ് 2AB ആയിട്ട് മാറും. മൈനസ് 2AB വന്നാൽ അത് എന്തായിരിക്കും A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. therefore A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4AB വിച്ച് ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 10 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 49 മൈനസ് 40 എന്ന് കിട്ടും, 9 കിട്ടും. therefore A മൈനസ് ബി ഈക്വൽ ടു എന്തായിരിക്കും പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 ആയിരിക്കും. അതെന്തായിട്ട് മാറും പ്ലസ് ഓർ മൈനസ് 3 ആയിട്ട് മാറും. മോഡുലസ് ഓഫ് A മൈനസ് ബി എടുത്താൽ എന്ത് കിട്ടും 3 കിട്ടും. therefore ആൻസർ എന്തായിരിക്കും ആൻസർ 3 ആയിരിക്കും. സാർ ഇത്രയ്ക്കൊന്നും പോകണ്ടല്ലോ. A പ്ലസ് ബി 7ഉം A ഇൻറ്റു ബി 10 ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രോഡക്റ്റ് 10ഉം സം 7 ആവുന്ന 2 വാല്യൂസ് അല്ലേ ഉള്ളൂ 2ഉം 5ഉം. അതിന്റെ മോഡുലസ് എടുത്താൽ 2 മൈനസ് 5ന്റെ മോഡുലസ് എടുത്താൽ മൈനസ് 3 കിട്ടില്ലേ. സമ്മ് 7ഉം പ്രോഡക്റ്റ് 10ഉം അങ്ങനല്ലേ. അതെ 5 ഉം 2 ആണ് എലിമെന്റ്സ്. അതെ, അങ്ങനെയാണെങ്കിലും ആൻസർ കറക്റ്റ് ആണ്. അതെ, അങ്ങനെയാണെങ്കിലും കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് സമ്മും പ്രൊഡക്റ്റും തന്നാൽ ആ ഓപ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ഫൈൻഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ,
വീണ്ടും ഏഗൻ വാല്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ 2x2 സ്ക്വയർ മെട്രിക്സ് സിഗ്മ എക്സ് ഒമേഗ സിഗ്മ വേർ എക്സ് ഈസ് അൺനോൺ ഇഫ് ദ ഏഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ ആർ സിഗ്മ പ്ലസ് ജെ ഒമേഗ ആൻഡ് സിഗ്മ മൈനസ് ജെ ഒമേഗ ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏത് പറഞ്ഞ മെട്രിക്സ് എന്താണ്? സിഗ്മ എക്സ് ഒമേഗ സിഗ്മ എന്നാണ്. ഇതിന്റെ ഏഗൻ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? ലാംഡ 1 ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. ലാംഡ 2 ഈക്വൽ ടു എന്താണ്? സിഗ്മ മൈനസ് ജെ ഒമേഗ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അൺനോൺ ക്വാണ്ടിറ്റി എക്സ് ആണ്. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഏഗൻ വാല്യൂസിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. therefore നമുക്ക് പറയാം സിഗ്മ പ്ലസ് ജെ ഒമേഗ മൾട്ടിപ്ലൈഡ് വിത്ത് സിഗ്മ മൈനസ് ജെ ഒമേഗ ഈക്വൽ ടു എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് ആയിരിക്കും. ഇവിടെ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ആണ്. എ പ്ലസ് ഐ ബിയും എ മൈനസ് ഐ ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? സിഗ്മ സ്ക്വയർ മൈനസ് ഒമേഗ എക്സ് എന്ന് പറയാം. therefore നമുക്ക് പറയാം ഒമേഗ സ്ക്വയർ ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ എക്സ് ആയിരിക്കും. therefore എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒരു ഒമേഗ ക്യാൻസൽ ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സർ ഒന്നുകൂടി പറയുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒറിജിനൽ മെട്രിക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? സിഗ്മ എക്സ് ഒമേഗ സിഗ്മയാണ്. സിഗ്മ എക്സ് ഒമേഗ സിഗ്മയാണ്. ഇവിടെ സിഗ്മയും ഒമേഗയും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? എക്സ് ഇസ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആ എക്സ് ഫൈൻഡ് ചെയ്യാൻ ഒരു ക്ലൂ ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? ആ ഒറിജിനൽ മെട്രിക്സിന്റെ രണ്ട് ഏഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ആ ഏഗൻ വാല്യൂസ് എന്തൊക്കെയാണ്? സിഗ്മ പ്ലസ് ജെ ഒമേഗയും സിഗ്മ മൈനസ് ജെ ഒമേഗയാണ്. നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? ഇവിടെ ട്രേസ് ഓഫ് ദ മെട്രിക്സ് എടുത്താല് ഇതിന്റെ സമ്മ് കൂട്ടിയാൽ 2 സിഗ്മ കിട്ടും. ഇവിടെ ട്രേസ് എടുത്താലും 2 സിഗ്മ കിട്ടും. അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻസ് കിട്ടത്തില്ല. therefore നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രൊഡക്റ്റ് ആണ്. സിഗ്മ പ്ലസ് ജെ ഒമേഗയും സിഗ്മ മൈനസ് ജെ ഒമേഗയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സിഗ്മ സ്ക്വയർ മൈനസ് ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ കിട്ടും. ജെ സ്ക്വയർ -1 ആയിട്ട് മാറും. therefore ആൻസർ എന്ത് കിട്ടും? സിഗ്മ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കിട്ടും. അതാണ് ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഇനി അത് ഈക്വൽ ടു എന്തായിരിക്കണം? ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിരിക്കണം. ഇവിടെ ഒറിജിനൽ മെട്രിക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഒമേഗ സിഗ്മയാണ്. അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? സിഗ്മ ഇൻറ്റു സിഗ്മ മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് ആണ്. therefore സിഗ്മ സ്ക്വയർ മൈനസ് ഒമേഗ എക്സ് എന്ന് കിട്ടും. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ഒരു അൺനോൺ ഉണ്ട്. അൺനോൺ ആരാണ്? എക്സ് ആണ്. സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, ഒമേഗ ക്യാൻസൽ ചെയ്യാം. therefore മൈനസ് എക്സ് ഈക്വൽ ടു ഒമേഗ കിട്ടും. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ഒമേഗ കിട്ടും. ക്ലിയർ ആണോ? സർ ഒരു ഡൗട്ട്. ഈ സിഗ്മ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു സിഗ്മ മൈനസ് ജെ ഒമേഗ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ കിട്ടുക? സിഗ്മ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണോ? അതെ അതെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം അല്ല ഇത്? അതെ, എ പ്ലസ് ബി എ മൈനസ് ബി ഫോമിൽ തന്നെയാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ജെ ഒമേഗ ആണ്. ജെ ഒമേഗയുടെ സ്കോർ എടുക്കുമ്പം ജെ സ്ക്വയർ വരുന്നത് കൊണ്ടാണ് ഒരു എക്സ്ട്രാ -1 കൂടെ വരുന്നത്. ജെ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? √-1 ആണ്. അതിന്റെ സ്ക്വയർ ജെയും √-1 ആണ്. ഇവിടെ എന്താണ്? മാത്തമാറ്റിക്സിൽ എന്താണ്? കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ വെച്ചിട്ടാണ്. കറണ്ട് ഐ ആയതുകൊണ്ട് അത് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ കോംപ്ലക്സ് ക്വാണ്ടിറ്റീസിനെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ജെ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യനിൽ ജെ ഉണ്ടെങ്കിൽ അതെന്തായാലും √-1 ആയിരിക്കും. കൺഫ്യൂഷൻ ആകരുത്. ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ലെറ്റ് n be a 3x3 മെട്രിക്സ് വിത്ത് റിയൽ നമ്പർ എൻട്രീസ്. ഒരു 3x3 മെട്രിക്സ് ആണ്, അതിലെ എലമെന്റ്സ് എല്ലാം എന്താണ്, റിയൽ നമ്പർ ആണ്. അതിന്റെ കൂടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, ദ മെട്രിക്സ് ഈസ് സച്ച് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു 0 ആണ്. ഒരു നിൽ പൊട്ടന്റ് മെട്രിക്സ് ആണ്, അതിന്റെ ഇൻഡെക്സ് ഈക്വൽ ടു 2 ആണ്. n സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അതിന്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഏഗൻ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, n എന്ന് പറയുന്ന ഒറിജിനൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് λ1, λ2, λ3 ആണെങ്കിൽ കറസ്പോണ്ടിങ് n സ്ക്വയറിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും, λ1 സ്ക്വയർ, λ2 സ്ക്വയർ, λ3 സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി n സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്, n സ്ക്വയർ ഈക്വൽ ടു ഒരു നൾ മെട്രിക്സ് ആണ്. ആക്ച്വലി നൾ മെട്രിക്സ് ആണ്, 0 അല്ല. ഓക്കെ, ആ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, 3x3 മെട്രിക്സ് ആണെങ്കിൽ 0 0 0 0 എന്ന് എഴുതാം. ഈ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും, ഇതൊരു ഡയഗണൽ എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ പറയാം അപ്പർ ട്രയാങ്കിൾ ലോവർ ട്രയാങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നൾ മെട്രിക്സ് എന്ന് പറയാം. ഓൾവേസ് ഒരു നൾ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓർത്തിരിക്കുക, ഒരു നൾ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ദെർഫോർ ഇവിടെ സ്ക്വയർ ഓഫ് ദ മെട്രിക്സിന്റെ എന്താണ് ഏഗൻ വാല്യൂസ് 0 ആണ്. ദെർഫോർ അതിന്റെ ഒറിജിനൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്ത് തന്നെ ആയിരിക്കണം, 0 ആയിരിക്കണം. ദെർഫോർ λ1, λ2, λ3 എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു മെട്രിക്സിന്റെ സ്ക്വയർ 0 അല്ലെങ്കിൽ നൾ മെട്രിക്സ് ആണെങ്കിൽ സ്ക്വയർ ഓഫ് ദ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് 0 ആയിരിക്കും. കറസ്പോണ്ടിങ് ഏത് പവർ എടുത്താലും λ സ്ക്വയർ, λ ക്യൂബ്, λ⁴, ഏത് പവർ എടുത്താലും 0 ആ പവർ എന്തായിരിക്കും, 0 ആയിരിക്കും. ദെർഫോർ എല്ലാ ഏഗൻ വാല്യൂസും 0 ആയിരിക്കും. ഇവിടുന്ന് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ്, നൾ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ഓൾവേസ് 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏഗൻ വെക്ടർ ഓഫ് ദ മെട്രിക്സ് 1 2 0 2 ആർ written in the form first column vector 1a, second column vector 1b, then what is the value of a plus b എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, 1 2 0 2 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ്, അതിനെ ഞാൻ ക്യാപിറ്റൽ എ എന്ന് എടുക്കുന്നു. 1 2 0 2 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എടുക്കുന്നു. ആ മെട്രിക്സ് ഏത് മെട്രിക്സ് ആണ്, ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ ഏഗൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, 1a 1b ആണ്. ഏഗൻ വെക്ടേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദെർഫോർ എക്സിന് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1a, 1b ആണ്. ഈ 1a കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് ഏഗൻ വാല്യൂ ആയിരിക്കും, 1b കറസ്പോണ്ടിങ് ടു എന്തായിരിക്കും, സെക്കൻഡ് ഏഗൻ വാല്യൂ ആയിരിക്കും. ഇവിടെ എന്താണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് ഞാൻ പ്രോപ്പർട്ടീസിൽ പറഞ്ഞു, ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഓർ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഓൾവേസ് ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും, ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. ദെർഫോർ λ1 ഈക്വൽ ടു 1 എന്ന് എടുക്കാം, λ2 ഈക്വൽ ടു 2 എന്ന് എടുക്കാം. ഇവിടെ എവിടെ നിന്നാണ് കിട്ടിയത് 1ഉം 2ഉം, ജസ്റ്റ് ഡയഗണൽ എലമെന്റ്സ് തന്നെയാണ് അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, ഞാൻ ഏഗൻ വെക്ടേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു മെട്രിക്സും ഏഗൻ വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, ലാംഡയും അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂവും അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വെക്ടറും മൾട്ടിപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് കിട്ടണം. ഓക്കെ, ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം, എ എക്സ് മൈനസ് λx ഈക്വൽ ടു 0 എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ പറയാം, എ മൈനസ് λi മൾട്ടിപ്ലൈഡ് വിത്ത് ഏഗൻ വെക്ടർ ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കും. ഓക്കെ, എന്നാൽ ഈ ഇക്വേഷനിലാണ് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഈ λ1ഉം λ2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. λ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എനിക്ക് എയ്തർ എക്സ് ഈസ് ഈക്വൽ ടു 1a എന്ന് എടുക്കാം അല്ലെങ്കിൽ 1b എന്ന് എടുക്കാം, കുഴപ്പമില്ല. രണ്ടാണെങ്കിലും a പ്ലസ് ബി ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞായിരുന്നു, ഏഗൻ വെക്ടേഴ്സ് ഒരിക്കലും എന്തല്ല, യുണീക്ക് അല്ല. λ1ന് കറസ്പോണ്ടിങ് അതിന്റെ ഏഗൻ വെക്ടർ 1b ആകാം, 1aയും ആകാം. λ2ന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ ഏതർ 1a ആകാം അല്ലെങ്കിൽ എന്താകാം, 1bയും ആകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കേസ് 1 എന്ന് പറഞ്ഞെടുക്കുന്നു. കേസ് 1ല്
ലാംഡ ഈക്വൽ ടു 1 എന്ന് എടുക്കുന്നു. ഫസ്റ്റ് ലാംഡ അല്ലെങ്കിൽ ഫസ്റ്റ് ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ നമുക്ക് നോക്കാം. ഒറിജിനൽ മെട്രിക്സ് ഈക്വൽ ടു എന്തായിരുന്നു? 1 2 0 2 വരുന്നു. അതേ മൈനസ് ലാംഡ ഐ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേ മൈനസ് ലാംഡ ഐ എടുക്കുമ്പം ഇവിടെ ലാംഡ 1 ആണ്. ദെർഫോർ ലാംഡ ടൈംസ് ഐ ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 0 0 1 ആയിട്ട് മാറും. ഓക്കെ, അതേ മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ്. ഇവിടുത്തെ എക്സ് ആരാണ്? ഫസ്റ്റ് ഏഗൻ വെക്ടർ എടുക്കുന്നു, 1 എ എന്ന് എടുക്കുന്നു. 1 ബി എന്ന് എടുത്താലും കുഴപ്പമില്ല, സെയിം ആൻസർ ആയിരിക്കും. ദെർഫോർ നമുക്ക് എഴുതാം 1 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 2 മൈനസ് 0 2 ആയിട്ട് മാറും. 0 മൈനസ് 0 0 ആയിട്ട് മാറും. 2 മൈനസ് 1 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തോളൂ? ഈ മെട്രിക്സിന് ഈ മെട്രിക്സ് എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 0 2 0 1 കിട്ടി. അതേ മൾട്ടിപ്ലൈഡ് വിത്ത് 1 എ ഈക്വൽ ടു എന്തായിരിക്കണം? നൾ മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, ദെർഫോർ അത് ഈക്വൽ ടു എന്തെന്ന് എഴുതി? നൾ മെട്രിക്സ് 0 0 എന്ന് എഴുതി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എ ആയിട്ട് മാറും. 2 ടൈംസ് എ ആയിട്ട് മാറും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 എ ആയിട്ട് മാറും. അത് ഈക്വൽ ടു എന്തായിരിക്കണം? 0 0 ആയിരിക്കണം. ദെർഫോർ എനിക്ക് പറയാം 2a ഈക്വൽ ടു 0 ആയിരിക്കണം. ദെർഫോർ എ ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കണ്ടുപിടിച്ചതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. 1 എക്ക് പകരം 1 ബി എടുത്താൽ ഫൈനൽ ആൻസർ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഈ കേസ് 1 എഴുതിയതും എ ഈക്വൽ ടു 0 കിട്ടിയതും? സാർ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതൊരു പ്രോപ്പർട്ടിയാണ്. അതിന് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നുമില്ല. ഏതൊരു മെട്രിക്സിനെയും അതിന്റെ ഏഗൻ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിരിക്കണം? അതിന്റെ ഏഗൻ വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ ആയിരിക്കണം. ഇത് എന്തുകൊണ്ടാണ് കിട്ടിയെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അത് എന്താണ് പർട്ടിക്കുലർ തിയറത്തിൽ നിന്ന് വന്നതാണ്. ഏഗൻ വെക്ടർ ഏഗൻ വാല്യൂസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ എന്താണ് കോൺട്രിബ്യൂഷൻ ആണ്. ഫോർ എനി മെട്രിക്സ് ആ മെട്രിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ എന്തായിരിക്കണം? അതിന്റെ ഏഗൻ വാല്യൂ മൾട്ടിപ്ലൈഡ് വിത്ത് അതിന്റെ ഏഗൻ വെക്ടർ ആയിരിക്കണം. ഒരു മെട്രിക്സും അതിന്റെ ഏഗൻ വെക്ടറും തമ്മിലുള്ള റിലേഷൻ ആണത്. ഓക്കെ, ഇവിടെ എക്സ് യുണീക്ക് അല്ല, പക്ഷേ ലാംഡ എന്തായിരിക്കും? ലാംഡ ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കും ഫോർ എ ഫിക്സ്ഡ് മെട്രിക്സ് ക്യാപിറ്റൽ എ. ഓക്കെ, കേസ് 1 വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ കേസ് 2 എടുക്കുന്നു. ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. കേസ് 2 എടുക്കുന്നു. കേസ് 2 ഞാൻ അസ്യൂം ചെയ്യും ലാംഡ ഈക്വൽ ടു എന്താണെന്ന്? സെക്കൻഡ് ഏഗൻ വാല്യൂ 2 ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, 2 ആണെങ്കിൽ എ മൈനസ് ലാംഡ ഞാൻ ഒരുമിച്ച് എഴുതാന്ന് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാകും. ഇവിടുത്തെ എ മൈനസ് ലാംഡ ടൈംസ് ഐ എന്തായിരിക്കും? ഇവിടെ നോക്ക്, 1 minus 2. അതെ, 1 മൈനസ് 2 ആയിരിക്കും. ഇവിടുത്തെ എലമെന്റ് എന്തായിട്ട് മാറും? 2 മൈനസ് 2 ആയിട്ട് മാറും. ബാക്കി എലമെന്റ്സിൽ ഡിഫറൻസ് ഇല്ല. ഓക്കെ, ദെർഫോർ എ മൈനസ് ലാംഡ ഈക്വൽ എന്തായിട്ട് മാറും? -1 2 0 0 ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് എ മൈനസ് ലാംഡ ആയി. ഇനി നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എ മൈനസ് ലാംഡ ആയി മൾട്ടിപ്ലൈഡ് വിത്ത് ഏഗൻ വെക്ടർ ഈക്വൽ ടു എന്തായിരിക്കണം? നൾ മെട്രിക്സ് ആയിരിക്കണം. ദെർഫോർ ഇവിടെ എ മൈനസ് ലാംഡ ആയി ഞാൻ കണ്ടുപിടിച്ചു -1 2 0 0 ആണ്. കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ എനിക്കിനി 1 എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഞാൻ 1 എ എടുത്തു കഴിഞ്ഞു. ദെർഫോർ സെക്കൻഡ് ഏഗൻ വെക്ടർ ആയിരിക്കണം എടുക്കേണ്ടത്. സെക്കൻഡ് ഏഗൻ വെക്ടർ എന്തായിരിക്കണം? 1 ബി ആയിരിക്കണം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം വിച്ച് ഇസ് ഈക്വൽ ടു -1 പ്ലസ് 2 ടൈംസ് ബി എന്ന് കിട്ടും. സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതെന്തായിരിക്കണം? നൾ മെട്രിക്സ് 0 0 ആയിരിക്കണം. Therefore എനിക്ക് എഴുതാം -1 പ്ലസ് 2b ഈക്വൽ ടു 0 എന്ന് എഴുതാം. b ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? a പ്ലസ് ബി ആണ്.
എ 0 ആണ്, ബി ഹാഫ് ആണ്. ദെർഫോർ എ പ്ലസ് ബി ഈക്വൽ ടു 1/2 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഏതാണ് ബേസിക് കോൺസെപ്റ്റ്? ഓൾവേസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് ആയിരിക്കണം. അല്ലെങ്കിൽ പറയാം എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ മൾട്ടിപ്ലൈഡ് വിത്ത് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഏഗൻ വെക്ടേഴ്സിന്റെ ഡിറ്റർമിനന്റ് ഓൾവേസ് 0 ആയിരിക്കണം നിർബന്ധമില്ല. therefore ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. കുറച്ച് സ്പീഡിൽ പോവാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് എക്സ്ട്രാ ടൈം എടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ മെട്രിക്സ് 4, 2 the eigen value corresponding to the eigen vector. eigen vector ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? eigen വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ ഒരു eigen വെക്ടർ ആണ് തന്നിരിക്കുന്നത്. ഒരു eigen വെക്ടർ കറസ്പോണ്ടിങ് ടു ഓൾവേസ് എന്തായിരിക്കും? ഒരു eigen വാല്യൂ ആയിരിക്കും. ഇവിടെ വേറെ ഒരു eigen വാല്യൂസ് വരും. എ ബി എന്ന് പറഞ്ഞൊരു eigen വാല്യൂ. അതിന്റെ eigen വാല്യൂ ഞാൻ ബോധറല്ല. എനിക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ഈ ഒറിജിനൽ മെട്രിക്സ് 4, 2 എന്ന് പറഞ്ഞ മെട്രിക്സ് 4, 2, 2, 4 എന്ന് പറഞ്ഞ മെട്രിക്സില് eigen വെക്ടർ 101, 101 പ്രൊഡ്യൂസ് ചെയ്യാൻ ഏത് ലാംഡ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം? ബേസിക് പ്രോപ്പർട്ടി എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ സെയിം പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. therefore എനിക്ക് എങ്ങനെ എഴുതാം? 4, 2, 2, 4 മൾട്ടിപ്ലൈഡ് വിത്ത് eigen വെക്ടർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതാണ് എക്സ് എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു എന്താണ്? 101, 101 ആണ്. eigen വാല്യൂ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെ ലാംഡ എന്ന് കൊടുത്തു. ലാംഡ ഇൻറ്റു എന്തായിരിക്കും? സെയിം എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 4 ഇൻറ്റു 101 പ്ലസ് 2 ഇൻറ്റു 101 ഈക്വൽ ടു എന്തായിട്ട് മാറും? 404 പ്ലസ് 202 ആയിട്ട് മാറും. ഈക്വൽ ടു എന്തായിട്ട് മാറും? 606 ആയിട്ട് മാറും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. therefore 606, 606 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 101 ലാംഡ, 101 ലാംഡ എന്ന് എഴുതാം. therefore എനിക്ക് എന്തെന്ന് പറയാം? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. therefore 101 ലാംഡ ഈക്വൽ ടു 606 ആയിരിക്കും. ലാംഡ ഈക്വൽ ടു എന്തായിരിക്കും? 606 ഡിവൈഡഡ് ബൈ 101 ഈക്വൽ ടു 6 ആയിരിക്കും. therefore ഈ മെട്രിക്സിന്റെ eigen വെക്ടർ 101, 101 ആകണമെങ്കിൽ ഇതിനെന്തായാലും രണ്ട് eigen വാല്യൂസ് വരും. ആരൊക്കെയാണ് ആ രണ്ട് eigen വാല്യൂസ്? ഇവിടെ എന്താണ്? സം 8 വരണം. 2, 6. അതെ, സം 8 വരണം. പ്രോഡക്റ്റ് 16 മൈനസ് 4 ഈക്വൽ ടു എന്ത് വരണം? 12 വരണം. അന്നേരം എന്തൊക്കെയായിരിക്കും? 6 and 2. അതെ, 6 and 2 ആയിരിക്കും. either 6 ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ എന്തായിരിക്കും? 2 ആയിരിക്കും. അന്നേരം ഒരിക്കലും 4, 8 സെപ്പറേറ്റ് അല്ലേ? 6 ഒരു എലമെന്റ്, 0 ഒരു എലമെന്റ്, 6 ഒരു എലമെന്റ്, അങ്ങനെയല്ലേ? ക്ലിയർ ആയില്ല. ഓരോ 606, 606 അല്ലല്ലോ. 6 ഒരു എലമെന്റ്, 0 ഒരു എലമെന്റ്, 6 ഒരു എലമെന്റ് അല്ലേ? ഈ 101 എന്ന് പറഞ്ഞാൽ 101 ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 1 എലമെന്റ്, 0 ഒരു എലമെന്റ്. അല്ലല്ല, സോറി, ഇവിടെ തന്നിരിക്കുന്നത് ഇത് ഒറ്റ എലമെന്റ് ആണ്. ഒരു സിംഗിൾ വാല്യൂ ആണ് 101. ഓക്കെ, കാരണം ഒരു 2/2 മെട്രിക്സിന്റെ എന്താണ്? ഒന്നുകൂടി പറയാം. ഒരു 2/2 മെട്രിക്സിന്റെ എന്താണ് കറസ്പോണ്ടിങ് eigen വെക്ടർ ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. അതിൽ എലമെന്റ്സിനെ ഞാൻ x1, x2 എന്ന് എടുത്തു. അത് എന്തായാലും എന്തായിരിക്കും? 2/1 ആയിരിക്കും. ഓക്കെ, ഇൻ ജനറൽ ഒരു n/n മെട്രിക്സിന്റെ eigen വെക്ടർ ഏത് ഫോമിലായിരിക്കും? n/1 ഫോമിലായിരിക്കും. ഒറ്റ എലമെന്റ് മാത്രം n ടൈംസ് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും. ഒരു സിംഗിൾ കോളം മാത്രമായിരിക്കും n നമ്പർ ഓഫ് റോസ് കാണും. therefore ഒരിക്കലും കൺഫ്യൂഷൻ ആകരുത്. എക്സാംസിൽ നമുക്ക് പല ചിന്തകളും പോകാം. 101 സെപ്പറേറ്റ് എലമെന്റ്സ് ആയിട്ട് കരുതല്. eigen വെക്ടർ ഓൾവേസ് ഡിഫൈൻഡ് ഫോർ എന്തായിരിക്കും? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും.
ഫസ്റ്റ് നമ്മൾ അറിയേണ്ട പോയിന്റ് ആണ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് ഡിഫൈൻഡ് ഓൺലി ഫോർ എന്താണ് സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഏഗൻ വെക്ടർ ഓൾവേസ് എന്തായിരിക്കും കോളം മെട്രിക്സ് ആയിരിക്കും. ഏഗൻ വെക്ടർ ഓൾവേസ് കോളം മെട്രിക്സ് ആയിരിക്കും. അത് സിംഗിൾ കോളം മാത്രമായിരിക്കും. ഓക്കെ, ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.